ചേട്ടാ 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 ഇങ്ങോട്ട് വന്നേ. ദാ അങ്ങോട്ട് നോക്കിയേ. എന്നെ നോക്കി കൊഞ്ഞനെ കാണിക്കുന്ന കണ്ടോ ഏട്ടാ? ഇങ്ങനെ നീ പല്ലിയൊക്കെ നാളെ മുതൽ നിന്റെ പല്ല് കാണത്തില്ല കേട്ടാ. ഇല്ല, നാളെ മുതൽ ഞാൻ പല്ല് തേക്കുന്നില്ല. പോരെ. എവിടെയാ തൊട്ടി കൊണ്ട വെച്ചിരിക്കുന്നേ? തൊട്ടി ഇല്ലേ? ആ, മുക്കിയെടുക്കാം. കുളിക്കാനുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. അവൻ കുളിക്കട്ടി എന്താ എന്റെ ചേട്ടാ, അങ്ങേരിപ്പ വരും ഒരു തോർത്ത് കൊടുത്തോണ്ട്. അതിനെന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? അവൻ തോർത്ത് കൊടുത്തോണ്ടല്ലേ കുളിക്കുന്നത്, വേറെ പ്രശ്നമില്ലല്ലോ. തോർത്ത് ചേട്ടനൊന്ന് കാണണം. താമസക്കാരുള്ളതല്ലേ അങ്ങനെ നിനക്കറിയത്തില്ലേ? അല്ല, ഞാൻ കുളിക്കാൻ പോകുമായിരുന്നു. നീ കുളിക്കുന്നത് ഇതുപോലെ തോർന്നിട്ടാണോ നീ കുളിക്കുന്നത്? ഈ ഭൂമിയിലോകം മൊത്തം അതിനകത്ത് കാണാമല്ലോ. ആ ഭാഗത്തൂടെയൊക്കെ എന്തിനാ നോക്കാൻ നിൽക്കുന്നത്? എന്റെ മേളിലേക്കും ഭാഗം കിടപ്പുണ്ടല്ലോ. 24 മണിക്കൂർ നേരം നീ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്ന എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? നിനക്ക് ഇവിടുന്ന് ചെയ്താൽ പോരെ? ഞാൻ അങ്ങോട്ട് നോക്കണ്ടോ? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയതുകൊണ്ടല്ലേ ഞാൻ അങ്ങോട്ട് നോക്കുന്നാണ്ട് മനസ്സിലായത്. വിളച്ചെടുത്താണല്ലോ നിന്റെ അപ്പൂപ്പൻ വന്ന് കാല് പിടിച്ചിട്ട് വസ്തു കൊടുത്തത്, എഴുതി കൊടുത്തത് ഇല്ലേ? എന്റെ ചേട്ടന്റെ സ്വഭാവം തനിക്ക് ശരിക്കും അറിഞ്ഞൂടാ കേട്ടോ. അയ്യോ, വിളച്ചെടുക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. കുറെ നാളുകൊണ്ട് സഹിക്കുന്നു. എന്റെ പെണ്ണുമ്പിളോട് നിനക്കൊരു നോട്ടം എടുപ്പും. മനുഷ്യരൂടെ കുളിക്കണ്ടായോ? അന്നേരം കുളിക്കണ്ട. നീ ഇന്നുപോലെ കുളിക്കണ്ട. നീ കുളിക്കണ്ട പോലും. കുളിക്കണ്ട തീരുമാനിക്കുന്നു. കുളിക്കണ്ട. വെള്ളം കണ്ടി തന്നെ കിടക്കട്ടെ. ഞാൻ കുളിക്കുന്നില്ലേ? ഒന്നുമില്ല, ഞാൻ രാവിലത്തെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നിട്ട് പല്ല് തേച്ച് കുളിക്കാൻ പോകുമായിരുന്നേ. നിങ്ങളിതോടെ പോയി? അച്ഛൻ മറന്നുപോയാ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. അതല്ലേ കുളിച്ചത്. അതല്ലെന്ന്. പിന്നെ ഇന്ന് കുഞ്ഞിന്റെ ബർത്ത്ഡേ അല്ലേ? അയ്യോ, ചക്കന് പോനെയാ. അപ്പൊ മറന്നുപോയില്ലോടാ. അതെ, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നതാ. ചേട്ടൻ വിളിച്ചായിരുന്നാ? എന്നെയോ? നിന്റെ കെട്ടിയോനോ? കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് അവൻ എന്നെ വിളിച്ചതാ. ഈ സെക്കൻഡ് വരെയും പിന്നെ വിളിച്ചിട്ടേ ഇല്ല. അച്ഛ, നല്ലൊരു ദിവസമായിട്ട് വെറുതെ വഴക്കിടല്ലേ എന്ന് പറഞ്ഞ ഒരു തന്നെ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വിഷമം വരാതിരിക്കൂ. എന്നെ വിളിച്ചായിരുന്നു. നിന്നെ എപ്പോഴും വിളിക്കുന്നുണ്ടല്ലോ, അത് മതി. അതെ, നമുക്കേ ഒരു സർപ്രൈസ് വരുന്നുണ്ട്. ഓ, എന്തുവാ? എനിക്കറിയാലോ. എന്തുവാണേലും നിനക്കുള്ളതായിരിക്കുമല്ലോ അത്. പറയട്ടെ? പറയട്ടെ. എന്നതാ? നമുക്ക് എല്ലാവർക്കും കൂടെ യാത്ര പോവാൻ ഒരു കാറ്. കാറോ? ആ, നമുക്കോ? യാത്ര ചെയ്യാനോ? അവന്റെ കുഞ്ഞുനാളെ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു കാറ്. എന്തായാലും അവന് സാധിച്ചല്ലോ. നന്നായി. ഇന്ന് തന്നെ വരുമോ കാറ്? ഓ, അത് മതി. പക്ഷെ ഒരു വിഷയമുള്ളതേ, ഈ കാർ കൊണ്ടുവന്നാൽ നമ്മൾ എവിടെ ഇടും? എതിലെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരും? അതൊരു വിഷയമല്ലേ? അത് നമുക്ക് ആ തോമസേന്റെ വീട്ടിൽ ചോദിച്ചാലോ? തോമസേന്റെ വീടിന്റെ അവിടെ കൊണ്ട് കാർ ഇടാനോ? അവിടുത്തെ ഒരു ചെറുക്കനല്ലേ, ഒരു വൃത്തികെട്ട മെനകെട്ട ഇറക്കനാ. അവൻ വല്ല കമ്പിയോ മുള്ളോ ഒക്കെ എടുത്ത് കാറ് പോറി വെക്കും. പിന്നെ ഇവിടെ എന്തായാലും കാറ് കയറുവോ നമ്മുടെ വീട്ടില്? അതിപ്പോ നമുക്ക് കയറി വരുന്ന വഴി ചെറിയ തൊണ്ടല്ലേ, അതൊന്ന് വലുതാക്കാം. അതിനപ്പുറത്ത് സുരേഷ് സമ്മതിക്കോ? ഇതൊക്കെ സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അയ്യോ, അയാൾ ഒരു മുരടനാച്ച. നീ ആ ഫോണിങ് എടുത്തോണ്ട് വന്നേ. ഞാൻ ആ വടി നന്നാക്കുന്ന ആളെ ഒന്ന് വിളിക്കട്ടെ. JCB ഉള്ളവനെ അവൻ വിളിച്ച് ആ വഴി റെഡി ആയിക്കോളൂ. സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ ചോദിച്ച ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. എടി, ഞാൻ സമ്മതിപ്പിച്ചോളാന്ന് പറഞ്ഞില്ലേ? നീ പോയി ഫോണിങ് എടുത്തോണ്ടോ. ഓടിച്ചെല്ല്. അവൻ പോയോ? കാറ് വന്നു കഴിയുമ്പോ എവിടെയൊക്കെ പോണോന്നറിയാവോ? ആ, പല സ്ഥലങ്ങളും അപ്പം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാം പോണം നമുക്ക്. ഇങ്ങോട്ടൊന്നേ. വേണ്ട, വിളിക്കണ്ട. നീ ചുമ്മാ ഇരിയടി. ഹലോ, മറ്റേ JCB ഓടിക്കുന്ന സുധാകരനല്ലേ? ഒന്ന് ഇത്ര ഇടം വരെ ഒന്ന് വരുമോ? ഇവിടെ കുറച്ച് പണിയുണ്ട്. അതെ, എൻ്റെ മോനെ ഒരു കാർ വാങ്ങിച്ച്, അപ്പൊ അത് കയറി വരാനുള്ള വഴി ഒന്ന് റെഡിയാക്കണം. അതിന് വേണ്ടിട്ടാ. ഇങ്ങോട്ട് വന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അവൻ വരും. അവൻ വന്നു കഴിഞ്ഞാൽ വഴിയുടെ കാര്യം ഓക്കെ. പിന്നെ അല്ല, സുരേഷിന്റെ അടുത്ത് ചോദിക്കണ്ടേ? എന്തിനു? അവനോടൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ചുമ്മാരി, ഒക്കെ ഞാൻ ചോദിച്ചോളാം. പിന്നെ കാർ ഇത് വീട്ടിൽ കൊണ്ടുവരണല്ലോ. അതിനോട് സ്ഥലം ഏതാണ്? നമുക്കേ ഈ മുറി അങ്ങ് പൊളിക്കാം.
ഇത് അല്ല അപ്പൊ ഇന്ന് കൊണ്ടുവരത്തില്ല പിന്നെ എങ്ങനെ പൊളിക്കും? അല്ല, മുറി നാളെ പൊളിച്ചാൽ മതി. ആ. ഈ മുറി അങ്ങ് പൊളിച്ചിട്ട് ഇവിടെ കാറിടാനുള്ള ഷെഡ് ഉണ്ടാക്കണം. ചേട്ടനോടൊന്ന് വിളിച്ചു ചോദിക്കണ്ടേ? എടി, അവനവന്റെ വീടിന്റെ മുമ്പിൽ കാറ് കിടക്കുന്ന എന്നെ അഭിമാനം എന്നറിയോ? അതൊക്കെ ആ, ശരിയാ. അപ്പൊ ഈ മുറിയെക്കാട്ടിലും വലുതാണ് നമുക്ക് അഭിമാനം. ആ. അപ്പൊ ഈ മുറി അങ്ങ് തട്ടി കളഞ്ഞേച്ചു ഇവിടെ കാർ ഷെഡ് ഇടാം. കാർ ഷെഡ് ഒരെണ്ണം പണിയാണ്. എന്നിട്ട് അതിന്റെ അകത്തേക്ക് കാർ കയറ്റിയിടാം. ആവശ്യമുള്ളപ്പോ ഇതിനകത്ത് പുറത്തേക്ക് ഇറക്കിയാ പോരെ. അത് മതി, അത് മതി. എന്നാ ഫോൺ പിടിക്ക്. പിന്നെ കൊച്ചിന്റെ ബർത്ത്ഡേ ആയിട്ട് എന്നാ ഉണ്ടാക്കുന്നു? സദ്യ. എടി, വലിയ ബിരിയാണി ഉണ്ടാക്കടി. അയ്യേ, നല്ലൊരു ദിവസമായിട്ട് ആരെങ്കിലും ബീഫൊക്കെ കഴിക്കുവോ? എന്ത് ഇത്? ഇന്ന് കാർ വരുന്ന ദിവസമല്ലേ? ഒരു കാര്യം ചെയ്യ്, ബീഫ് വേണ്ട, കോഴിയാക്ക്. അതൊന്നും വേണ്ടച്ചാ, നല്ല പച്ചക്കറി കൂട്ടി നമുക്ക് സദ്യ കഴിക്കാൻ. ആ പച്ചക്കറി ഡെയിലി കഴിച്ചോണ്ടിരിക്കുന്നില്ല, എന്തെങ്കിലും കടിച്ചു പറിക്കാനില്ലെങ്കിൽ എനിക്ക് ഏതാണ്ട് പോലെയാ. ഞാൻ നോക്കട്ടെ. ആ, നോക്ക്. അപ്പൊ പിന്നെ പായസം പായസം ഉണ്ട്. 2 കൂട്ടായിക്കോട്ടെ. അടപ്രഥമനും പിന്നെ അടപ്രഥമനും. ആ, ആയിക്കോട്ടെ. ചേട്ടാ, എന്താ JCB വരാൻ പറഞ്ഞു? ഞാൻ വിളിച്ചത് ഇനി വന്നേ. അതേ, നമുക്ക് ഇന്നൊരു കാറ് വരുന്നുണ്ട്. ഓ, അപ്പൊ ഇങ്ങോട്ട് വരുന്ന വഴി നീ കണ്ടില്ലേ? ആ വഴി കൂടെ ഇങ്ങോട്ട് കയറി വരികയല്ലോ കാറ്? ഇല്ല, വരത്തില്ലല്ലോ. അപ്പൊ അവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കാറ് വരുന്ന പരുവത്തിന് ആക്കി തരണം. അല്ലേട്ടാ, അങ്ങനെ ചെയ്യുമ്പോ ഇപ്പുറത്തെ മതില് പൊളിക്കേണ്ടി വരും. അത് പൊളിച്ചോ? അല്ലാതെ അവര് ആ വീട്ടുകാരല്ലേ ഇത്? അങ്ങനെയൊന്നും ഇല്ല ഇവിടെ. നമ്മുടെ സൗകര്യമാണ് ഏറ്റവും വലുത്. അല്ല, അവരുടെ അനുവാദം മേടിക്കണം. ലാസ്റ്റ് ഞാനത് പൊളിച്ചിട്ട് പിന്നെ അവര് ഞാനുമായിട്ടൊരു വിഷയം ഉണ്ടാവരുത്. ഇല്ല, അവരോടുള്ള അനുവാദം ഞാൻ വാങ്ങിച്ചാ പോരെ. ഞാൻ നേരത്തെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ എനിക്ക് അതങ്ങ് പൊളിച്ചു കളയ. ആ വരുന്ന കേറി വരുന്ന വഴി കേട്ടോ. അത് പൊളിക്കാം. 2 തെങ്ങ് പെടല്ലോടാ. അതും പിഴുതൂരെ കളഞ്ഞേര്. അല്ലേട്ടാ, നല്ല കായ്ഫലം ഉള്ള തെങ്ങല്ലേ? കായ്ഫലം ഉള്ളതാണെങ്കിലും കാറ് കയറി വരുന്നതല്ലേ ഏറ്റവും വലിയ പ്രധാനം. അല്ല, അപ്പൊ നിങ്ങൾ തേങ്ങക്ക് എന്ത് ചെയ്യും? അതിനല്ലേ കാറുള്ളൂ. കാറിൽ പോയി തേങ്ങ വാങ്ങിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആ തെങ്ങ് 2 പിഴുതേര്. അതൊരു വഴിയായിട്ട് അങ്ങോട്ട് ക്ലിയർ ചെയ്യണം. കാറ് കയറി വരുന്ന പരുവത്തിലാക്കി. പിന്നെ അതെ, മറ്റേ കെട്ടറമണിക്കാരെങ്കിലും ഉണ്ടോ? എന്ത് പറ്റി? നമുക്ക് ഈ മുറി അങ്ങോട്ട് തട്ടിക്കളഞ്ഞേച്ചേ ഇവിടെ ഒരു കാറിന്റെ ഷെഡ് ഉണ്ടാക്കണം. അത് ഞാൻ റെഡിയാക്കി തരാം. റെഡിയാക്കി തരാം. ഞാൻ നാളെ ആളെ വിടാം. ആയിക്കോട്ടെ. അതുള്ളൂ. അപ്പൊ ഇതാദ്യം അങ്ങ് ചെയ്തോ. അപ്പൊ ഇതാണ് വഴി റെഡി ആയിക്കോ. അരമണിക്കൂറത്തെ പണിയുള്ളൂ. അരമണിക്കൂറുള്ളൂ. പിന്നെ അതുകൊണ്ട് തട്ടി അങ്ങോട്ട് ദൂരെ കളഞ്ഞ റെഡി ആയില്ലേ? ആയിക്കോട്ടെ. അപ്പൊ ഞാനത് ചെയ്യാം. കേട്ടാ, പിഴുതറി ദൂരെ കളയില്ല. ഓക്കെ. എടി, എന്തോ? അപ്പൊ അത് ഓക്കെ ആയി. JCB കാരനാ. ഇനിയിപ്പോ ഈ ഒരു വീടിന്റെ ഈ ഒരു ഭാഗമില്ലേ, ഇതുകൂടെ അങ്ങ് നാളെ വന്ന് ശരിയാക്കാന്ന് പറഞ്ഞു. അങ്ങ് ശരിയാക്കാം. അതുപോലെ ചേട്ടാ, അത് എന്താ കാണിക്കുന്നത് നിങ്ങള്? ഞങ്ങളുടെ 2 മരവും കിടന്ന് അപ്പുറത്തെ കയ്യാലെ മൊത്തം കളഞ്ഞില്ല അവര്. ആര് കളഞ്ഞു? അവിടുത്തെ ആ സൈഡിൽ മതിൽ മൊത്തം ഒരു JCB കാരൻ വന്ന് കളഞ്ഞു. ചോദിച്ചോ നീ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. ആന്നേ, ഞാൻ പറഞ്ഞിട്ടാ ചെയ്ത്. അത് എങ്ങനെ ശരിയാക്കും? നീ വസ്തു മേടിച്ചിട്ട് വേണ്ടേ അത് ചെയ്യിക്കാൻ? എന്റെ വസ്തുവിന്റെ മണ്ടക്കൂടാണോ ചെയ്യുന്നത്? എടാ, വസ്തുവിന്റെ അകത്ത് എന്റത് നിന്റത് എന്നൊന്നുണ്ടോ? അങ്ങനെ ഉണ്ട്. ഭൂമി മലയാളത്തിലെ എല്ലാ വസ്തുക്കളും നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയാണ്. എനിക്കിപ്പോ ഇവിടെ 17 സെന്റ് സ്ഥലം, അതിന്റെ പ്രമാണമല്ലേ ഉള്ളൂ. അതൊന്നും നോക്കിയാ പോരെ ഞാൻ? നിന്റെ ഇരിക്കുന്ന പ്രധാനം നിന്റെ ഇരിക്കട്ടെ. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. നമുക്ക് കാറ് കയറി വന്ന് അതൊരു ഉപകാരമല്ലേടാ ഈ നാടിന്. കാറ് നിങ്ങൾക്കല്ലേ വീട്ടിലല്ലേ വരും, ഞങ്ങൾക്ക് എന്ത് ഉപകാരം അതുകൊണ്ട്? അതിന്റെ നിങ്ങൾക്ക് ഉപകാരം ഇല്ലാത്ത ഞങ്ങൾക്കാണ്. ഞങ്ങളുടെ കാറ് മേടിച്ചില്ലല്ലേ ഞങ്ങൾക്ക് ഉപകാരമുള്ളൂ. നിങ്ങൾ എടാ, ഇവിടെ ഒരു കാറുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവൾക്കൊരു മേലാഴിക വന്നാൽ ഞാൻ തോളത്ത് പൊക്കിയിട്ടോണ്ട് പോകുന്നു വെച്ചു. പക്ഷെ നിനക്കൊരു മേലാഴിക വന്നാൽ ആര് കൊണ്ടുപോകും? അപ്പൊ ഈ കാർ വേണ്ടേ? കാർ എടുത്തിട്ട് പോകാം. അന്നേരം കാർ എടുത്തിട്ട് പോകാമല്ലോ. എന്നാലും അത്രയും വസ്തു അങ്ങ് പോവാ വഴിക്ക് നഷ്ടപരിഹാരം വേണോ? അത് നഷ്ടപരിഹാരം വേണം. നമുക്ക് 2 കൂട്ടർക്കും കൂടെ ഒരു കാർ ഉള്ളതല്ലേ നല്ലത്. ഓക്കെ, ഞാൻ സമ്മതിച്ചു. പക്ഷെ എന്നാലും ചേട്ടന് വയ്യെങ്കിലും ഇപ്പം കൊണ്ടുപോകാനൊക്കെ ഒരു കാറ് വേണ്ടതേ. അവർക്കത് മനസ്സിലായി. 5.5 സെന്റ് വസ്തു അങ്ങ് പോവാന്ന് അതിനകത്ത്. അതിനെന്നാന്ന് വെച്ചാ ചെറിയൊരു തുക എന്നാന്ന് വെച്ചാ തന്നേക്ക. എന്നാ വേണം പറ. എന്തെങ്കിലും തരണോ? അത് എന്തെങ്കിലും വെച്ചാ എത്രയാ? എന്തെങ്കിലും ഒന്നും പറയണ്ട. ഞാൻ അങ്ങോട്ടൊരു തുക അങ്ങ് തരും. അതുകൊണ്ട് അങ്ങ് തൃപ്തിപ്പെട്ടോണം. എടി, ഒരു 25,000 രൂപ എടുത്ത് കയ്യിലേക്ക് കൊടുത്തേ. 25,000 രൂപ എന്നൊക്കെ പറഞ്ഞ പെട്ടെന്ന് എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനാ? എടി, എന്തേലും പണം വെച്ചിട്ടാലും കൊടുക്ക്, കാര്യം നടക്കണ്ടേ? അയൽക്കൂട്ടത്തിൽ കൊടുക്കാനുള്ള 25,000 രൂപയുണ്ട്. അതെടുത്ത് കൊടുക്ക്. 25 അങ്ങ് തരും. അത് തൃപ്തിപ്പെട്ടോ. 5,000 രൂപ വെച്ച ഒരു സെന്റിനൊക്കെ എന്തോ കണക്കൊക്കെ എനിക്ക് മനസ്സിലാവും. ഇതിന്റെ അകത്ത് കണക്കല്ലടാ, കാര്യങ്ങൾ നടക്കുക എന്നുള്ളതല്ലേ. ഇതെന്തിനാ കണക്ക് പറയുന്നത്? ചേട്ടനോട് വിളിച്ചു പറഞ്ഞേക്കോ. ചേട്ടനോടൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. നീ ആ കാശ് എടുത്തോണ്ട് അവന് കൊടുത്തേ. കാറ് കയറി കിടക്കണ്ട. വല്ലോ പറമ്പിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ കാറ് പോകത്തില്ലടാ. ഇത് ശരിയാവുമെന്ന് തോന്നില്ല. അത് ശരിയാകത്തില്ല. കോടതി പോകേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ടെന്ന് തോന്നുന്നു. നിനക്ക് കോടതി പോകണമെങ്കിൽ ഈ കാറേ പോകാമല്ലോ. അതുപോലെ അതിന് വേറെ കാറ് തപ്പെട്ട കാര്യമുണ്ടോ? നമുക്ക് ഒരു കാറ് വാങ്ങാനുള്ള ആംബിയർ ഒന്നും ഉള്ള ഒരു കാറ് മനുഷ്യനായ ഒരു വിട്ടുവീഴ്ചയൊക്കെ വേണ്ടേ? എന്നെ കണ്ണി പിടിക്കത്തില്ലെന്ന്. വേറൊരു വീട്ടിൽ കാറ് കിടക്കുന്നതൊക്കെ ഒരു അസ്വസ്ഥതയാ. അത് എന്റെ വീട്ടിൽ കാറ് കിടക്കുന്നോണ്ട് നിനക്ക് കണ്ണി പിടിക്കാതിരിക്കാൻ അല്ല പറഞ്ഞത്. എന്റെ മുതലാണോ? അത് നിന്റെ മുതലാ. ഇപ്പൊ നിന്റെ മുതല് എന്റെ മുതലല്ലേ? സംഭവം തീർത്തട്ടോ. നീ ആ വഴി എങ്ങനെയുണ്ട് നോക്കി. കിണ്ണം കാച്ചി വഴി പോലെ കിടക്കുന്നുണ്ടോ? പിന്നെ ആ മൂലക്ക് ഒരു ആഞ്ഞിലിപ്പെട്ടായിരുന്നു. അയ്യോ, അത് ഇവരുടെയാ. അത് ഞാൻ കളഞ്ഞു. ആരുടെ കളഞ്ഞു?
വണ്ടി തിരിഞ്ഞു കാരണം ഞാൻ അഞ്ഞിലി തടസ്സം വരുന്നത്. ആ അഞ്ജലി ഇപ്പൊ ഇത് ശരിയാവത്തില്ല. 25,000 രൂപ എന്നെ ഒതുക്കാൻ പറ്റത്തില്ല. എനിക്ക് 2 ലക്ഷം ആഞ്ഞിലിയുടെ കേസ് കിട്ടി ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, അത് അവൻ അറിഞ്ഞുകൊണ്ട് കളഞ്ഞതാ. അപ്പൊ നിങ്ങൾ തമ്മിൽ അതിനെ കുറിച്ച് സംസാരിക്കുന്നത് അല്ല എന്നോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ ശരിയാവില്ല. ഈ പൈസക്ക് നടക്കുന്ന നഷ്ടമാണ്. അത് എങ്ങനെ കൂട്ടിയാലും ഞങ്ങള് അപ്പനപ്പൂപ്പന്മാരായിട്ട് മേടിച്ചിട്ടേക്കുന്ന നിനക്കത് പിന്നെ എത്ര വേണോന്നാ പറയുന്നത്? ഒരു 3-5 ലക്ഷം രൂപയുടെ 5 ലക്ഷം രൂപ ഒരു കാറ് കയറി വരുന്ന വഴിക്കോ? മര്യാദയൊക്കെ പറയട്ടോ, ഇത്രയല്ലേ ഉള്ളൂ, നിസ്സാര സ്ഥലമല്ലേ എടുത്തു. ഇത്രയല്ലേ ഉള്ളൂ, അതിനൊരു ഇതായിട്ട് പറ അല്ലേ? അഡ്വാൻസ് ആയിട്ട് 20,000 രൂപ, ബാക്കി പിന്നെ അവൻ അയക്കുമ്പോ പൈസ തരണം. എത്ര രൂപ വേണമെന്ന് കൃത്യമായിട്ട് പറ. 25,000 രൂപ അഡ്വാൻസ് താ. നിനക്ക് എത്രയാ വേണ്ട മൊത്തം? എനിക്കൊരു 3 ലക്ഷം രൂപയ്ക്കകത്ത് ഒതുക്കാം. 3 ലക്ഷം ഒന്നുമില്ല, ഞാൻ അങ്ങോട്ട് കയറ്റി ഇറക്കും പറയുന്നില്ല. നീ ഒരു 2 ലക്ഷം രൂപ, അതിൽ 25,000 രൂപ ഇപ്പൊ അഡ്വാൻസ് തരുന്നു, ബാക്കി 1.25 രൂപ അവൻ അയച്ചു തരുമ്പോ നിനക്ക് തരും. ചേട്ടാ അത് മതി, അതിന് എടി ആ കാശിക്ക് കൊണ്ടുപോടി എടി. അതെ വരുവാ. നല്ല കാര്യമല്ലോ, ഒരു കാറ് പറഞ്ഞ കേസല്ലേ, കളയട്ടാ. ഇവർക്ക് ഉപകാരമുള്ളതാന്നേ. പിന്നെ വേണ്ടേ 25 രൂപ അഡ്വാൻസ്. വാ ഇങ്ങോട്ട് വന്നേ, വലത്തോട്ട് തിരിഞ്ഞു തന്നോണം തരാം. അല്ല ഇങ്ങോട്ട് വാ, ഇതാ വലുത് തരാ മനസ്സില്ല. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല ഇങ്ങോട്ട് വാ. ഇയാള് പൈസ എന്ന് പറഞ്ഞാൽ കൈയോടെ മേടിച്ചോ. ഓക്കെ, ബാക്കി 1.25 രൂപ കാശ് അയച്ചു തരുമ്പോ അങ്ങോട്ട് തരും. പ്രശ്നം സെറ്റായില്ലേ? ആ അങ്ങനെ അപ്പൊ കയറി ഇപ്പൊ ഇതിന്റെ കാര്യം നാളെ വന്ന് മറ്റൊരുമായിട്ടൊന്ന് റെഡി ആകും. ഞാൻ നാളെ റെഡി ആക്കി തരാം. പിന്നെ അതിന്റെ പണി കഴിഞ്ഞാ മൊത്തം? ചേട്ടാ എപ്പോഴാ ചേട്ടാ കാറ് വന്ന എപ്പോഴാ ചേട്ടാ? കാർ ഇച്ചിരി കഴിയുമ്പോ വരും. ആണോ? കാർ വന്നു കഴിയുമ്പോ നമുക്ക് ആദ്യം എങ്ങോട്ടാ പോകേണ്ടത്? ആദ്യം എന്തായാലും നമുക്ക് അമ്പലത്തിൽ പോവാം. അമ്പലത്തിൽ പോകണം. നമുക്ക് ഈ നാട്ടിലുള്ള അമ്പലത്തിൽ പോയാലൊരു സുഖമല്ല, കുറച്ച് ദൂരെയുള്ള അമ്പലത്തിൽ പോകാം. കുറച്ച് ദൂരെയുള്ള അമ്പലത്തിൽ പോവാം. ദൂരെയുള്ള ഒരു നല്ല അമ്പലം ഉണ്ടല്ലോ, മണകുണാലി എന്ന് പറയുന്ന സ്ഥലത്ത്. എവിടെ അല്ല, കുണുമണാലി. കുണുമണാലി അല്ല, വേറെ കുളുമണാലി. അതെ അതെ, അവിടെ വേണ്ട, ഗോവയ്ക്ക് പോകാം. ഗോവയില? അത്രയും ദൂരം വരെ ഒന്നും പോകണ്ട, ഇവിടെ എവിടെയെങ്കിലും അമ്പലത്തിൽ പോകാം. ശരി, അവിടെ ഇഷ്ടംപോലെ ബീച്ചുകളൊക്കെ ഉള്ള സ്ഥലം, നമുക്ക് ഗോവയ്ക്ക് പോവാം. ഗോവ നല്ല അടിപൊളി സ്ഥലമാണ്. ബീച്ചിൽ പോകാനാണെങ്കിൽ ഇവിടെ പോയാ പോരെ? എടി ഈ ബീച്ചിന് അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്, നിങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, ഞാൻ ബീച്ചിൽ കാറ്റുകൊണ്ടിരിക്കുന്നു. എന്നാ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്യാം. ചേട്ടൻ ഡ്രൈവ് ചെയ്യോ? ഇല്ല, ഞാൻ ഓടിക്കല. ചേച്ചി ഓടിക്കോ? ഞാനും ഓടിക്കത്തില്ല, ഇനി പഠിക്കണം. അല്ല നീ ഓടിക്കലടാ? ഞാൻ പൂച്ചനെ കാക്കേനെയൊക്കെ ഓടിക്കത്തുള്ളൂ. പൂച്ചനെ കാക്കേനെ ഓടിക്കുള്ളൂ, കാർ ഓടിക്കുള്ളൂ. വണ്ടി ഓടിക്കാൻ ഒരാള് കാണുമല്ലോ. ചേട്ടാ ലോങ് ഒക്കെ പോകുമ്പോ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സ് വേണോട്ടാ. സത്യം അത്. ആരെ വിളിക്കുന്നു? പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ ആയി പോയല്ലോ. നല്ല ആവശ്യമില്ലാത്ത അറിഞ്ഞൂടാത്ത പിള്ളേരൊന്നും. ഇയാള് ഡ്രൈവറാണ്. നിനക്ക് ഓടിച്ചുകൂടെ ഈ കാറ്? ഞാൻ പണിയിലല്ലേ, നമ്മൾ JCB 10 വർഷമായിട്ട് ആ ചേട്ടന്റെ വണ്ടി ഓടിക്കുന്ന ആള്. JCB എന്ന് പറഞ്ഞ അത്രയും വലിയ വണ്ടി, ഈ കണ്ട വെയിലത്ത് ഈ കഷ്ടപ്പെട്ട പണി ചെയ്യേണ്ട കാര്യമുണ്ടോ? നിനക്ക് ഇവിടെ നീ കാർ ഓടിച്ചാ പോരെ? അല്ല ചേട്ടാ, നമുക്ക് ഞാനും ആ പുള്ളിയായിട്ടുള്ള ബന്ധം അങ്ങനെയാണ്, അത് ശരിയാവില്ല. അതിന് ഞാനും നീയായിട്ട് ബന്ധമൊന്നും ഇല്ല അന്നേരം. അതല്ല, അങ്ങനെയല്ല, ഞാൻ 10 വർഷമായിട്ട് പുള്ളിയുടെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്. എടാ എന്റെ കൂടെ 10 വർഷം ആകുമ്പോൾ 10 വർഷം ആകത്തില്ലേ? അതിന് നീ അത് മനസ്സിലാക്കാം. ഇവിടെ ഓട്ടോ ഇല്ലാത്തപ്പോ അവിടെ പൊക്കോ. നിനക്ക് അവിടെ എന്നാ ശമ്പളം കിട്ടും? അത് ആദ്യം പറഞ്ഞേ. അല്ല ശമ്പളത്തിന്റെ അല്ലേ, നമ്മള് തമ്മിൽ ഞാനും പുള്ളിയായിട്ടുള്ള ബന്ധം. നീ ആദ്യം വിട്, നീ കുറച്ചു നേരത്തെ അതങ്ങ് മാറ്റി പോയി. നിനക്ക് എന്നാ ശമ്പളം കിട്ടും അത് പറ. എനിക്ക് മാസം 15,000 രൂപ. 15,000 ഇല്ലയോ? 2,000 രൂപ അവിടെ കൂട്ടി 17,000 രൂപ ഞാൻ തരാം മാസം. അവനോട് വിളിക്കുമ്പോൾ പറയണേ. എന്നാ എന്നാലും അങ്ങോട്ട് പുള്ളിനോട് ഞാൻ പറയൂല ചേട്ടാ. എടാ ഇവിടെ എന്ന് പറഞ്ഞ എപ്പോഴും ഓട്ടം ഇല്ല, ഞങ്ങൾക്ക് ഒന്ന് പുറത്ത് പോകുമ്പോൾ മാത്രം പോയാൽ മതി. ഇല്ലാത്ത സമയത്ത് JCB കാളവണ്ടിയോ എന്നെ വേണമെങ്കിൽ ഓടിക്കാൻ പോകും. മുതലാളിയായിട്ടുള്ള ഇതല്ലേ, അവര് ഉപ്പും ചോറും ഇത്ര നാളായിട്ട് കഴിച്ചു. മുതലാളി വിളിച്ച് കാര്യം പറഞ്ഞേ. അല്ല ഞാൻ പുള്ളിയുടെ ഉപ്പും ചോറും കഴിച്ചുകൊണ്ടിരിക്കുന്നവരാ. ഉപ്പും ചോറും അല്ലേ അവിടുന്ന് കഴിക്കുന്നത്, ഇവിടുന്ന് നല്ല ഒന്നാം തരം കറി കൂട്ടി ചോറ് കഴിക്കാൻ നിനക്ക്. വിളിച്ചു നോക്കുന്നു, ചെന്നാലും ഞാൻ വിളിച്ചു നോക്ക്. എന്നിട്ട് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു, അവന് പറയാൻ മടിക്കാണ് കാര്യം, ഇത്ര വർഷമായിട്ട് കൂടെ നിൽക്കുന്നല്ലേ. മുതലാളി ഞാനാണ്. അതേ ഞാനേ നാളെ മുതല് ഞാനുണ്ടാവൂല. ഞാൻ ഇവിടെ വേറൊരു പാർട്ടി ഒരു കാറ് മേടിച്ചിട്ടുണ്ട്, അപ്പൊ അവരുടെ ഇല്ല ഞാനായിട്ടൊന്നും പറഞ്ഞില്ല, ഞാൻ ഇവിടുത്തെ മുതലാളി കൊടുക്കാം. ഹലോ, ഇവന്റെ മുതലാളിയാണോ? ഞാൻ ഇനി മുതൽ ഇവന്റെ മുതലാളിയാ വിളിക്കുന്നത്. എന്നാന്നറിയാവോ, അവൻ ഇനി പണിക്ക് വരുന്നില്ല കേട്ടോ. അവൻ ഇവിടുത്തെ ഞങ്ങളുടെ കാർ ഓടിക്കുക, അതും പുതിയ കാറ്. ഇല്ല തൻ്റെ കൂടെ ഇനി വരുന്നില്ല അവൻ. വരത്തില്ല. അവന് ശമ്പളം ഞാൻ കൂട്ടി കൊടുക്കും. താനൊന്നും കൃത്യമായിട്ട് ശമ്പളം അവന് കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ കൃത്യമായിട്ട് ശമ്പളം എല്ലാ മാസം 1-ാം തീയതി എന്ന് പറഞ്ഞ ഡേറ്റ് ഉണ്ടെങ്കിൽ അവന് കൊടുത്തിരിക്കും. ഇയാൾ വെച്ചു പോടൂ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഒരു മിനിറ്റ്. കൊടുക്കാം. നിന്നോടെന്തോ പറയണമെന്ന്. എങ്ങനെ? അതെനിക്ക് തോന്നണമല്ലോ ഞാൻ ചെയ്യണത്. അത് നിങ്ങൾ അതിനകത്തൊക്കെ പറഞ്ഞത്. എൻ്റെ മുതലാളി എന്നോട് കാര്യം പറഞ്ഞു, ഞാൻ എൻ്റെ മുതലാളിയുടെ കൂടെ നിൽക്കും. വലിയ ഡയലോഗ് ഒന്നും അടിക്കണ്ട. JCB ആ JCBക്ക് ഒരു കുഴി അങ്ങോട്ട് കുത്തിയിട്ട് ആ JCB അതിനകത്തിട്ട് മൂടും. അത് വെച്ചിട്ട് പോടോ കൊടുത്ത് നാളെ തുടങ്ങി ഞാൻ ഇവിടെ മണിക്കൂറുന്നത് കേട്ടാ. ഇനി മേലാലിന്റെ ബോളിൽ പിടിച്ചു വരുത്. അതെ ബ്ലഡി ഫുൾ. നീ ഓടിക്കാലോ നാളെ? ഞാൻ ഓടിച്ചോളാം. പിന്നെ മുതൽ എന്നാ തുടങ്ങിക്കോ നീ? എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എന്നാ ബുദ്ധിമുട്ട്? വണ്ടി കയറ്റാൻ ബുദ്ധിമുട്ടുണ്ട്.
എടാ കാശ് തന്നില്ലടാ, പിന്നെ ഇനി എന്നാ എന്താണ് ബുദ്ധിമുട്ട് ചേട്ടാ നിനക്ക്? അല്ല, നിങ്ങൾ ചോദിച്ച പൈസ തന്നില്ലേ? പൈസ തന്നേക്കാം. കാരണം എന്താ അറിയാ, നിങ്ങളിപ്പോ പിന്നെ ഇവിടെ ഗോവയിലൊക്കെ പോവാണ്. നമ്മളത് നമുക്കല്ലല്ലോ, അത് ഗോവയ്ക്ക് പോകുന്ന നിങ്ങളല്ലേ. അപ്പൊ പിന്നെ ഞാൻ കോടതിയിൽ പോവാണ്. എടാ ഞങ്ങള് മാത്രമാണ് ഗോവയ്ക്ക് പോകുന്നെന്ന് ആര് പറഞ്ഞു? നിങ്ങളും ഉണ്ട് കൂടെ. ഞങ്ങളുണ്ടോ? പിന്നെ അമ്പലത്തിൽ പോകുമ്പോ നിങ്ങളും ഉണ്ട് കൂടെ. അത് പറഞ്ഞില്ലല്ലോ. അത് പറയാനായിട്ട് നീ സമയം തന്നില്ലല്ലോ. വലിയ വണ്ടിയാ. പിന്നെ എനിക്ക് സൈഡിൽ ഇരിക്കണം. നിന്നെ സൈഡിൽ ഇരുത്താ. നീ സൈഡിൽ മാത്രം ഇരുന്നാ മതി. അത് മതി. ഫ്രണ്ടിലത്തെ സീറ്റിൽ ഒന്നിൽ ഇവനെ ഇരുന്ന് ഓടിക്കുന്നു, ഞാൻ ഓടിക്കും. ഒന്ന് ഓടിക്കുന്നു. ഒരു സീറ്റില് എവളും കുഞ്ഞുമായിട്ട് ഇരിക്കുന്നു, പുറകില് ഞാനും ലവളും ഇരിക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ സൈഡിൽ ഇരിക്കുന്ന നീ ഈ വീടിന്റെ സൈഡിൽ ഇരിക്കുക. എടാ ഞങ്ങള് പോയി കഴിഞ്ഞാൽ ഈ രണ്ട് വീട് നോക്കാൻ ആരേലും വേണ്ട ഇവിടെ. അപ്പൊ നീ സൈഡിൽ ഇരുന്ന് ഇവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുക. നിനക്ക് സ്ഥലങ്ങളും കാണാം. അതുപോലെ അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്യാം. അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ വേറെ കേസ്, നിങ്ങൾക്ക് പോയി പരിചയമില്ലാത്തതിന്റെ പേരിലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ താമസ സൗകര്യം വേണം, ഹോട്ടൽ അറേഞ്ച് ചെയ്യണം. അല്ല നമുക്ക് കടപ്പുറത്ത് കിടത്താൻ പറയാം. നിങ്ങൾ കാറി കിടക്കുന്നു, ഞാൻ കടപ്പുറത്ത് കിടക്കുന്നു. അയ്യോ, അതൊന്നും പറ്റത്തില്ല ചാ. രാത്രിയൊക്കെ ഭയങ്കര രസമാണെന്നാടി പറയുന്നത് അവിടെ. എന്താണ് ഈ പറഞ്ഞത്? രാവിലെ കുളിച്ച് ഫ്രഷ് ആവണ്ടേ? നിങ്ങൾക്ക് ഹോട്ടൽ വേണം. അല്ല കടൽ വെള്ളത്തിൽ മാതാമാവര് കുളിക്കുന്ന കൊടുത്ത് കുളിച്ചാ പോരെ? ഞാനൊക്കെ ഞങ്ങൾ എങ്ങനെ കുളിക്കും? നിങ്ങൾ കുളിക്കണമല്ലോ. ചേട്ടാ ഓയോ വഴി ബുക്ക് ചെയ്യണം റൂം. കോയായ ഒന്നും ഏൽപ്പിക്കണ്ട. കോയായ ഏൽപ്പിച്ചാൽ ഇനി അവന് കമ്മീഷൻ വേറെ കൊടുക്കണം. നേരിട്ടല്ലാതെ എന്തെങ്കിലും ഇടപാടുണ്ടോ ചെയ്യും. കോയേ? നീ പറഞ്ഞ കോയ വഴി ബുക്ക് ചെയ്യാന്ന്. ഓയോ വഴി അതൊരു ആപ്പാണത്. എന്ത് കോപ്പാണെങ്കിലും മുറി കിട്ടണം. ഞാൻ വിളിക്കാം. വിളിക്കും. അങ്ങനെ അത് ബുക്ക് ചെയ്തോ എന്നാ. ബുക്ക് ചെയ്യും. അവിടെ നിന്ന് സാധനങ്ങൾ നടക്കട്ടെ. ഹലോ, കാറ് കത്തി വെച്ച് ഞങ്ങളേ നാളെ ഇത്രയും പാർട്ടി ഞങ്ങളൊരു 5 പേരുണ്ടാവും. അപ്പൊ നമുക്കൊരു 2 റൂം വേണം. മൂന്നെണ്ണം പറയടാ. 3 എണ്ണം. ഞാൻ ഇനി ഒന്ന്, ഇത് ഒന്ന്, നീ ഒന്ന്. 3 എണ്ണം വേണം. 3 റൂം. പനാജിയിൽ മതി. എന്തിനാ? ഛർദിലൊക്കെ ശരി, ഞാൻ പൊത്തി ഇല്ല പിടിച്ചു. ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. പൈസ ഞാൻ അഡ്വാൻസ് ഇട്ടേക്കാം. 5000 രൂപ ഇട്ടേക്കാം. ശരി, ഓക്കെ. അതൊക്കെ കൈയോടെ ഇട്ട് കൊടുത്തേരി. പിന്നെ തന്നെ വെക്കരുത്. ഇല്ല ഇല്ല. അല്ലെങ്കിൽ മുറി വേറെ സായിപ്പന്മാര് വന്ന അമ്മമാർക്ക് കവാത്ത് മുടക്കും. അതാ. ഇവക്ക് AC ഇല്ലാത്ത മതി. ഇവക്ക് മേലുവേനയൊക്കെ ഉള്ള. ആണോ? AC ഇല്ലാത്ത ഒരെണ്ണം എടുക്കണം. AC എന്നാ രസാന്നറിയോ? ചെന്നാ കിട്ടും. AC എന്നൊക്കെ കിടക്കണോ? എന്റെ പൊന്നെ. 5000 രൂപ അഡ്വാൻസ് ഇട്ടിട്ടുണ്ടേ. കൊടുത്തോ? ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൊടുത്തിട്ടുണ്ട് 5000 രൂപ. കാർ അതെ അങ്ങോട്ട് പോകുമ്പോൾ വണ്ടി ഇരുന്ന് കഴിക്കാനുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇന്ന് തന്നെ ഉണ്ടാക്കി വെക്കണം. അതിന്റെ അകത്ത് ചിക്കനും മട്ടനും എന്തെങ്കിലും ഒക്കെ വേണം കേട്ടോ. അവിടെ പിശുക്ക് കാണിക്കരുത്. അതാരാ വരുന്നേ? അല്ല വണ്ടി അവിടെ കിടന്നു. വണ്ടി അവിടെ ഇട്ടു കേട്ടോ. അയ്യോ വണ്ടി വന്നു. വണ്ടി വന്ന് അത് കയറ്റി കൊണ്ടുവരാൻ പറയാം. മരോട്ടി വീട്ടിൽ രാമകൃഷ്ണന്റെ വീട്. എന്താ? മരോട്ടി വീട്ടിൽ രാമകൃഷ്ണന്റെ വീട്. മരോട്ടി വീട്ടിൽ രാമകൃഷ്ണൻ ഞാനാ. ഇതാണോ? ഇതൊന്ന് ഒപ്പിടണേ. ഒപ്പിടും. എവിടെ മരോട്ടി? എവിടെ ഇട്ടേക്കുന്നത്? അതിന് കയറ്റിക്കൊണ്ട് പോരെ. താക്കോലായിരിക്കുള്ളൂ മിക്കവാറും. സൂക്ഷിച്ച്. ഞാൻ ഇടാ പോനെ. എനിക്ക് വലിയ പിടുത്തം കാണിയല്ല. ചേട്ടാ അപ്പൊ ഓക്കെ, ഇത് മേടിച്ചോ. താക്കോല് കിട്ടിയാൽ ഐശ്വര്യമായിട്ട് എന്റെ കയ്യിലേക്ക് തന്നെ. അതിന് കയറ്റിക്കൊണ്ട് വരാൻ പറയാൻ വരും. അല്ല അതവിടെ കിടന്നോട്ടെ. നമുക്ക് ആദ്യം താക്കോലെടുത്ത് നോക്കാം. ഇവിടെ നല്ല മണം. ഗൾഫിൽ നിന്ന് വരുന്നല്ലേ. വലിച്ചു കീറാൻ മുതലാളി സ്വിച്ച് ഓഫ് ആണ്. ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കൂ. ഹായ് കാറ്. എല്ലാരും വാ, നമുക്ക് ഗോവയ്ക്ക് പോവാം.